മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള PV അൻവർ MLA നീക്കങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നത്. അൻവറുമായി ഒരു ഘട്ടത്തിലും സമവായത്തിന് CPM തയ്യാറായിട്ടില്ല. അൻവർ ഉയർത്തിക്കാട്ടുന്ന ആരോപണങ്ങൾ ചർച്ചയാകുമ്പോഴും അദ്ദേഹവുമായി നീക്കുപോക്കുകൾക്ക് തയ്യാറാകാതെ CPM നിലപാടും ചിലരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. തങ്ങളുടെ MLA, അതും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ തഴയുമ്പോൾ CPM-നോടുള്ള ആത്മവിശ്വാസം എന്തായിരിക്കും? അതോടൊപ്പം തന്നെ മുൻ മന്ത്രി KT ജലീലും CPM-നോട് അകലുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സമീപകാലത്ത് ലീഗിനോട് അമിത താല്പര്യം കാട്ടിയിരുന്ന CPM ഇപ്പോൾ അവിടെയും U-ടേൺ അടിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധിപ്പിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തോടുള്ള CPM-ന്റെ സമീപകാല സമീപനത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയതായി കാണാൻ കഴിയും. കാലങ്ങളായി കേരളത്തിൽ നിലകൊള്ളുന്ന വിഭാഗങ്ങളായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ. മുസ്ലിം, ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനം ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് കൂടി എത്തപ്പെടുന്നു എന്ന സ്ഥിതിയാണ്. ഈ ഘട്ടത്തിലായിരുന്നു അരയും തലയും മുറുക്കി CPM ന്യൂനപക്ഷ വോട്ടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തിറങ്ങിയത്. കാലങ്ങളായി തങ്ങൾ നിരന്തരം വിമർശിക്കുന്ന ലീഗിനെ പോലും വരുതിയിലാക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായി. ലീഗിന്റെ കോട്ടയായ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ പഴയ ലീഗ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള നേതാക്കളെ ഇടതുപാളയത്തിൽ എത്തിച്ച് സ്വതന്ത്ര MLA-മാരാക്കി വിജയിപ്പിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽപ്പെട്ട രണ്ടുപേരാണ് PV അൻവറും KT ജലീലും. ഒരു ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ CPM-ന് ഗുണകരമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ പലപ്പോഴും CPM-ന്റെ ഇത്തരം പരിശ്രമങ്ങൾ തങ്ങൾക്ക് പാരമ്പര്യമായി ലഭിക്കാറുള്ള ചില വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുകയുണ്ടായി. പ്രധാനമായും വളരെ കാലം മുതൽക്കേ CPM-നൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ഈഴവ വോട്ടുകൾ മറ്റു ചേരികളിലേക്ക് പോവുകയുണ്ടായി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJP നയിക്കുന്ന NDA മുന്നണിയുടെ ഭാഗമാണെങ്കിലും SNDP ശാഖകളും ഈഴവ വോട്ടർമാരും അത്തരമൊരു രാഷ്ട്രീയത്തിന്റെ വഴിയെ നടന്നിരുന്നില്ല. അവർ അപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നു. എന്നാൽ സമീപകാലത്ത്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത വിള്ളലാണ് ഈഴവ വോട്ടുകളിൽ ഉണ്ടായത്. പ്രധാനമായും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് വ്യാപകമായി ഈഴവ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു. തങ്ങളിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകളെ ഏതു വിധേയനെയും തിരികെ കൊണ്ടുവരാനുള്ള അവസാന പരിശ്രമങ്ങളിൽ പെട്ടതാകാം ഇപ്പോഴത്തെ ന്യൂനപക്ഷ പ്രേമം ഉപേക്ഷിച്ചുകൊണ്ടുള്ള CPM തന്ത്രം. അതേസമയം ഈ തന്ത്രം CPM-ന് ദോഷമാകുമോ അതോ ഗുണം നൽകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്.